ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ നോക്കുന്നത്. സോഷ്യൽ സയൻസ് പാർട്ട് 1-ൽ ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ 5 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് 6ാമത്തെ ചാപ്റ്ററായ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്നുള്ള ചാപ്റ്റർ പഠിക്കാം. സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയില്ല, നല്ല പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് വന്നത് നമ്മുടെ ക്ലാസ്സിന്. അതുകൊണ്ട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. 6ാമത്തെ ചാപ്റ്ററാണ് വിഭവ വിനിയോഗവും സുസ്ഥിരതയും. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കോളാർ സ്വർണ്ണഖനിയുടെ ഒരു ചിത്രവും അതിനെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണിത്. 1804-ൽ ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ ഭൂവടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തി. അപ്പോൾ കോളാർ സ്വർണ്ണഖനിയെ കുറിച്ച് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണിത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണിത് കോളാർ സ്വർണ്ണഖനി. ഇത് കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1804-ൽ ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെയാണിത് കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തിയത്. ഇതാണ് പിന്നീട് KGF അല്ലെങ്കിൽ കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് അല്ലെങ്കിൽ KGF ലോകത്തിന്റെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ 1880 മുതൽ 1956 വരെ 800 ടണ്ണിലധികം സ്വർണം അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിലെ സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണ നിക്ഷേപമുള്ള സ്ഥലമാണ് ഇവിടം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്വർണ്ണ നിക്ഷേപ കേന്ദ്രമാണ് ഈ ഒരു കോളാർ ഗോൾഡ് ഫീൽഡ്. സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറിയത്. അപ്പോൾ കർണാടക ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായി മാറാൻ കാരണം അവിടുത്തെ സ്വർണ്ണ നിക്ഷേപമാണ് കേട്ടോ. അപ്പോൾ സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്വർണത്തിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. സ്വർണം, ഇരുമ്പ്, വെള്ളി തുടങ്ങിയവ പ്രകൃതിയിൽ നിന്നുമാണ് ലഭ്യമാകുന്നത്. ഇതുകൂടാതെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വായു, ജലം, മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായി പ്രാപ്യവും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഇത്തരത്തിൽ ആവശ്യങ്ങൾ നമുക്ക് നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ള, പ്രകൃതിയിൽ ലഭ്യമായിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് സാങ്കേതികമായിട്ട് പെട്ടെന്ന് ലഭിക്കുന്ന, സാംസ്കാരികമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം. അപ്പോൾ ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രസ്താവനയായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങളിൽ ഉൾപ്പെടുന്നത്? ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കളും അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വിഭവങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ള, പ്രകൃതിയിൽ ലഭ്യമായ, നമുക്ക് സാങ്കേതികമായിട്ട് പെട്ടെന്ന് പ്രാപ്യമായിട്ട്, അതായത് പെട്ടെന്ന് ലഭിക്കുന്ന, സാംസ്കാരികമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏതൊന്നിനെ വിഭവം എന്ന് വിളിക്കാം. അപ്പം ജലം, വായു, മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കളും അതിൽ പെടുന്നുണ്ട്. അതുപോലെ അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞിട്ടുണ്ട്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും വിഭവമാക്കി മാറ്റാം. ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെ മാനവ വിഭവം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെന്താണ്? മാനവ വിഭവം എന്നാണ് വിളിക്കുന്നത്.
ഉദ്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തരംതിരിക്കാം. എന്താണ്? പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. പിന്നെന്താണ്? മനുഷ്യനിർമ്മിത, അതായത് മനുഷ്യരുടെ കഴിവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എന്താണ് വസ്തുക്കളെ നമുക്ക് എന്താണ് വിഭവമായിട്ട് ഉപയോഗിക്കാം. ഇതിനെന്താണ്? മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്ന് വിളിക്കാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് മാനവ വിഭവം. എന്താണ്? മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണ്യം, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും വിഭവമായി പരിഗണിക്കാവുന്നതാണ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യർ തൻ്റെ കഴിവ്, നൈപുണ്യം, സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ എന്താണ് മനുഷ്യരെയും വിഭവമായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ വിഭവത്തിൽ എന്തൊക്കെ പെടും? പിന്നെ പ്രകൃതിയിലുള്ള വിഭവങ്ങളുണ്ടാകും, അതുപോലെ മനുഷ്യർ കഴിവും സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. പിന്നെന്താണ്? മനുഷ്യരും എന്താണ് ഒരു വിഭവമായിട്ട് കണക്കാക്കാം. അതുപോലെ എന്താണ് മനുഷ്യൻ്റെ അറിവ്, ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കൾ എന്താണ് വിഭവങ്ങളിൽ പെടുന്നതാണ്. ഇനി എന്താണ്? ഇവിടെ 2 ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളിൽ നിന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് പ്രകൃതി വിഭവങ്ങൾ? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ് അല്ലേ. ഉദാഹരണം എന്താണ്? വായു, ധാതുക്കൾ, മണ്ണ്, ഇതൊക്കെ എന്താണ് പ്രകൃതി വിഭവങ്ങളിൽ പെടും. ഇനി എന്താണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ? മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് അല്ലേ. ഉദാഹരണത്തിന് റോഡ്, യന്ത്രങ്ങൾ, പിന്നെന്താണ് മനുഷ്യനിർമ്മിത വസ്തുക്കളൊക്കെ എന്താണ് പ്രകൃതി, അതായത് മനുഷ്യനിർമ്മിത വിഭവങ്ങളിൽ പെടും. ഇനി പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും ഒരേ പരിഗണനയോടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത്? എന്താണ്? എല്ലായിടത്തും ലഭ്യമായിരിക്കില്ല അല്ലേ പ്രകൃതി വിഭവങ്ങൾ. ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടു അല്ലേ. എന്താണ്? സ്വർണം കർണാടകയിലെ ഒരു ഗ്രാമത്തിലാണ് അല്ലേ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ളതെന്ന്. അതുപോലെ എന്താണ് എല്ലാ വിഭവങ്ങളും എല്ലാ സ്ഥലത്തും ലഭ്യമല്ല. അപ്പോൾ എല്ലായിടത്തും ലഭ്യമല്ല. അതുപോലെ എന്താണ് ഉപയോഗിക്കുന്നവരും തീർന്നു പോകുന്നുണ്ട്. പിന്നെന്താണ്? പുനർനിർമ്മാണത്തിനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കേണ്ടത്, അതായത് ഒരുപാട് കാലം, അതായത് ഒരുപാട് വർഷം എടുത്തിട്ടാണ് നമുക്കറിയാം അല്ലേ മണ്ണൊക്കെ രൂപപ്പെടുന്നത്. അതുപോലെ മറ്റു പ്രകൃതി വിഭവങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഒരുപാട് കാലതാമസം എടുത്തിട്ടാണ്. ഇനി എന്താണ് പ്രകൃതി വിഭവങ്ങൾ? എന്താണ് പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഭവങ്ങളെ 2ആയിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെന്നും അതുപോലെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും. അപ്പം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യനെപ്പോഴും സുലഭവുമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും പിന്നെന്താണ് വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണെന്ത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഇതെന്താണ്? പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യനെപ്പോഴും സുലഭവുമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എന്താണിത്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. അപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണം? ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ കേട്ടോ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ്. സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണിത്. അപ്പോൾ പൊതുമേഖല, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം കൂടിയാണ്. അപ്പോൾ സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അതുപോലെ പൊതുമേഖല, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം കൂടിയാണെന്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തത് മുംബൈ ഹൈ അല്ലെങ്കിൽ ബോംബെ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിലൊന്നാണിത്.
എന്താണ് പറഞ്ഞിട്ടുള്ളത്? മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ എണ്ണപ്പാടമാണെന്ത്? മുംബൈ ഹൈ. ഇതെന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ത്? മുംബൈ ഹൈ. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആട്ടോ, ONGC ആണ്. അതായത് പിന്നെന്താണ്, ഈ ഒരു 1974 ഈ ഒരു എണ്ണപ്പാടം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ്, ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. അപ്പോൾ മുംബൈ ഹൈ എന്താണ്? മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്താണ്. മുംബൈ തീരത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെ ആയിട്ടാണ്, അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇത്? പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ്. അപ്പോൾ എന്നാണ് കണ്ടെത്തിയത്? 1974. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പും ചെമ്പും പോലുള്ള ധാതു വിഭവങ്ങൾ പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട് അല്ലേ? ഇത്തരം വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഒരു പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഇത്തരം വിഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണെന്ത്? ധാതുക്കൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ധാതുക്കൾ? പ്രകൃതിയാൽ രൂപപ്പെട്ടതും അതുപോലെ എന്താണ് രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാട്ടോ. ഈ ഒരു ധാതുക്കൾ പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ് പിന്നെ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ? പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് ഒക്കെ എന്താണ്? ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഇത്തരം ധാതുക്കൾ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ധാതുക്കൾ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തത്? അതിൽ അപദ്രവ്യങ്ങൾ ഉണ്ടാവൂലേ? അത് നമ്മൾ അപദ്രവ്യങ്ങൾ എന്താണെന്ന് പിന്നെ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് ഉപയോഗ്യമാകുന്നത്. ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണെന്ത്? ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭൂവൽക്കത്തിൽ അയിരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ എന്താണ്? ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് ഉപയോഗ്യമാകുന്നത്. അപ്പോൾ എന്താണ്? ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണെന്ത്? ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനെ അയിര് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? നമുക്ക് പ്രകൃതിയാൽ കിട്ടുന്ന എന്താണ്? ധാതുക്കൾ അയിരാണ് കേട്ടോ. അപ്പോൾ ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണെന്ത്? ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു. അപ്പോൾ അവദ്രവ്യങ്ങളോട് കൂടി പിന്നെ എന്താണ്? ധാതുക്കളാണ് അയിര് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പിന്നെന്താണ്? സംസ്കരണ പ്രക്രിയക്കൊക്കെ ശേഷം മാത്രമാണ് ഉപയോഗ്യമാകുന്നത്. എന്താണ് ഖനനം? ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർ ഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത്. ഖനനത്തെ ഉപരിതല ഖനനം, ഭൂഗർഭ ഖനനം എന്നിങ്ങനെ തരംതിരിക്കുന്നു. അപ്പോൾ എന്താണ് ഖനനം? ഭൗമോപരിതലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭൗമാന്തർ ഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കളൊക്കെ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണെന്ത്? ഖനനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? ഖനനത്തെ ഉപരിതല ഖനനം അതുപോലെ ഭൂഗർഭ ഖനനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഖനനത്തിലൂടെയാണ് ധാതുക്കളൊക്കെ പുറത്തെടുക്കുന്നത് പറഞ്ഞില്ലേ? ഇനി ഇവിടെ എന്താണ്? പെട്രോളിയം, ഇരുമ്പയിര്, ബോക്സൈറ്റ് തന്നിരിക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പയിരും ബോക്സൈറ്റും ആണല്ലേ ലോഹത്തിൻ്റെ അംശമുള്ള ധാതുക്കൾ. ഏതൊക്കെയാണ്? ഇരുമ്പയിരും ബോക്സൈറ്റും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചില ധാതുക്കളിൽ ലോഹത്തിൻ്റെ അംശമുള്ളതായി തിരിച്ചറിഞ്ഞില്ലേ? അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും ഭൗതിക സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ ധാതുക്കളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും. ധാതുക്കൾ ഏതൊക്കെയാണ്? ലോഹധാതുക്കളും അലോഹധാതുക്കളും. ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളുണ്ട്, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുണ്ട്. അതായത് മറ്റു ലോഹങ്ങളും അടിക്കില്ലേ? അപ്പോൾ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുക്കളും ഉണ്ട്, അതുപോലെ എന്താണ് ഇരുമ്പിൻ്റെ അംശമല്ലാത്ത മറ്റു ലോഹങ്ങളുടെ ധാതുക്കളുണ്ട് അല്ലേ? അതുപോലെ അലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ ജൈവധാതുക്കളും അജൈവ ധാതുക്കളും ആട്ടോ. അതായത് ജൈവപരമായിട്ട് രൂപം കൊണ്ട ധാതുക്കളുണ്ട്, അജൈവപരമായിട്ട് രൂപം കൊണ്ട ധാതുക്കളുണ്ട് അലോഹധാതുക്കളിൽ.
ഇനി ലോഹധാതുക്കൾ അല്ലെങ്കിൽ മെറ്റാലിക് മിനറൽസ് എന്താണെന്ന് നോക്കാം. പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ള ധാതുക്കളാണിത് ലോഹധാതുക്കൾ. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. അപ്പോൾ എന്താണ്, പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ള ധാതുക്കളാണെന്ത് ലോഹധാതുക്കൾ. സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം എന്താണ് സാധാരണയായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇരുമ്പിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അവയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളും അതുപോലെ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങളും. അപ്പം എന്താണ് ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ? ചാരനിറത്തിലാണ് കാണപ്പെടുന്നത്, കാന്തിക സ്വഭാവമുള്ളവയാണ്, ഭാരം കൂടുതലുള്ളവയാണ്. അപ്പം എന്താണ് സ്വഭാവങ്ങൾ? ചാരനിറത്തിലാണ് ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ കാണപ്പെടുന്നത്. ഫെറസ് മിനറൽസ് കാണപ്പെടുന്നത് കാന്തിക സ്വഭാവമുള്ളവയാണ്. അതുപോലെ എന്താണ് ഭാരം കൂടുതലാണ് ഇവയ്ക്ക്. എന്താണ് ഇരുമ്പിന് അംശമില്ലാത്ത ലോഹങ്ങൾ? നോൺ ഫെറസ് മിനറൽസ് വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. കാന്തിക സ്വഭാവമില്ലാത്തവയാണ്, താരതമ്യേന ഭാരം കുറവാണ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. മറ്റേതെന്താണ് ചാരനിറത്തിലാണ് അല്ലേ ഇരുമ്പിന് അംശമുള്ളത്. ഇതെന്താണ് ഇരുമ്പിന് അംശമില്ലാത്ത ലോഹങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കാന്തിക സ്വഭാവമില്ലാത്തവ താരതമ്യേന ഭാരം കുറവാണ്. ഇരുമ്പയിരുകൾ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4ആയി തരംതിരിക്കാം. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4ആയിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഈ മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറുത്ത അയിര് എന്ന് വിളിക്കുന്നത് മാഗ്നറ്റൈറ്റിനെയാണ്. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്ടിലും അതുപോലെ കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ് മാഗ്നറ്റൈറ്റ് കാണപ്പെടുന്നത്? കൂടുതലായിട്ടും തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ഏതൊക്കെയാണ് പിന്നെ 4ആയിട്ട് തരംതിരിച്ചത്? ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇനി അടുത്തത് അലോഹധാതുക്കൾ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് മിനറൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് അലോഹധാതുക്കൾ? ലോഹത്തിൻ്റെ അംശമില്ലാത്ത ധാതുക്കളെയാണ് അലോഹധാതുക്കൾ എന്ന് പറയുന്നത്. അലോഹധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവാണ്. ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജൈവധാതുക്കൾ എന്നും ലോഹത്തിന് അംശമില്ലാത്ത ധാതുക്കളെ എന്താണ് അലോഹധാതുക്കൾ എന്നാണ് പറയുന്നത്. അലോഹധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ എന്താണ് താരതമ്യേന കുറവായിരിക്കും. ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും ഇവയെ തരംതിരിച്ചിരിക്കുന്നുണ്ട്. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ എന്താണ് അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ അപ്പോൾ കൽക്കരിയും പെട്രോളിയം ഒക്കെ എന്താണ് ജൈവധാതുക്കളാണ്. അതിൽ ജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് ഒക്കെ എന്താണ് അജൈവധാതുക്കളാണ്. അതിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. എന്താണ് ഈ പിന്നെ അജൈവിക ഘടകങ്ങളും ജൈവിക ഘടകങ്ങളും? ജൈവിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളാണ് കേട്ടോ. ജീവനുള്ള അതായത് സൂക്ഷ്മജീവികളും ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ ജൈവിക ഘടകങ്ങളിൽ പെടും. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൽക്കരി, പെട്രോളിയം പോലുള്ളത് എന്താണ് ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ നിന്ന് അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ജീവനില്ലാത്ത വസ്തുക്കളാണിത് ഗ്രാഫൈറ്റിലും കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അടങ്ങിയിട്ടുള്ളത്. പ്രകാശം, ജലം, വായു, മണ്ണ് ഇവയൊക്കെ എന്താണ് അജൈവിക ഘടകങ്ങളിൽ പെടും കേട്ടോ. ഇവിടെ ലോഹധാതുക്കളും ഉപയോഗവും അതുപോലെ അലോഹധാതുക്കളും ഉപയോഗവും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഇരുമ്പ് കൊടുത്തിട്ടുള്ളത് കെട്ടിട നിർമ്മാണമാണ്. പിന്നെന്താണ്
ഇരുമ്പ് നമുക്ക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇരുമ്പ്. അതുപോലെ സ്വർണം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എന്താണ്, ആഭരണ നിർമ്മാണത്തിനാണ് സ്വർണം യൂസ് ചെയ്യുന്നത്. അടുത്തത് ചെമ്പ്. എന്താണ് ചെമ്പ്, നമ്മൾ വയറിങ് കമ്പികളിലൊക്കെ ചെമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് പാത്ര നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഗ്രാഫൈറ്റ്, പെൻസിൽ നിർമ്മാണത്തിന് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്രോൾ. എന്താണ് പെട്രോൾ വാഹനങ്ങളിൽ എന്താണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് കളിമണ്ണ് പാത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ. രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമായാണ് പ്രകൃതിയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങളുടെ വിതരണത്തെ പരിചയപ്പെടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ധാതു വിഭവങ്ങളാൽ സമ്പന്നമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതു വൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാതുക്കൾ അസന്തുലിതമാണ്, സന്തുലിതമായിട്ടല്ല അസന്തുലിതമായിട്ടാണ് പ്രകൃതിയിൽ വിതരണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ തന്നെ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സൂചികയിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആസ്പെറ്റോസ്, ബോക്സൈറ്റ്, കൽക്കരി, ചെമ്പ്, ഡോളമൈറ്റ്, സ്വർണം, ജിപ്സം, ഇരുമ്പ്, ലെഡ് ഓർ സിങ്ക്, ചുണ്ണാമ്പുകല്ല്, മാംഗനീസ്, മൈക്ക, പെട്രോളിയവും പ്രകൃതിവാതകവും. ഇതിന് ഓരോന്നിനും ഇവിടെ എന്താണ് ഓരോ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആസ്പെറ്റോസിന്റെ ചിഹ്നം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഒരു എന്താണ് സർക്കിളാണ് അല്ലേ, ഒരു എന്താണ് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു സർക്കിളാണ് ചിഹ്നമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൂചികയുടെ അടിസ്ഥാനത്തിൽ ഓരോ ധാതുക്കളും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മളോട് കണ്ടെത്തി പഠിക്കാനാട്ടോ ഈ ഒരു മാപ്പ് ഇവിടെ തന്നിട്ടുള്ളത്. ആസ്പെറ്റോസ് നമുക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും പിന്നെന്താണ് ഒഡീഷയിലും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ആസ്പെറ്റോസ് നിക്ഷേപം കൂടുതലായിട്ടുള്ളത്. ഇപ്പം എന്താണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു ആസ്പെറ്റോസിൻ്റെ ഖനനമൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ഇതെന്താണ്, ഇത് ശ്വാസകോശ രോഗങ്ങൾക്കും അതായത് അർബുദത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. പിന്നെന്താണ്, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് കെട്ടിട നിർമ്മാണത്തിനും അതുപോലെ വാഹനങ്ങളുടെ നിർമ്മാണത്തിനൊക്കെയാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത്, അടുത്തത് ബോക്സൈറ്റ് ആണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ബോക്സൈറ്റ് കാണുന്നത് നോക്കാം. എന്താണ് ബോക്സൈറ്റ്? അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണില്ലേ ബോക്സൈറ്റ്. ഇത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, കേരളം, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ ബോക്സൈറ്റിൻ്റെ നിക്ഷേപമുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് കാണപ്പെടുന്നത് ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അതുപോലെ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത്. അടുത്തത് കൽക്കരിയാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൽക്കരി നിക്ഷേപമുള്ളത് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഊർജ്ജ സ്രോതസ്സാണല്ലേ കൽക്കരി. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൽക്കരി നിക്ഷേപമുള്ളത്? ഉത്തർപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, അസം, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ. ഇതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് കൽക്കരി നിക്ഷേപമുള്ളത്? ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ധൻബാദ് ആണ് കേട്ടോ. ജാർഖണ്ഡിലെ ധൻബാദ് ആണ് കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അടുത്തതായിട്ട് എന്താണ്? ചെമ്പാണ്. ചെമ്പ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ചെമ്പ് നിക്ഷേപമുള്ളത്? ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, കർണാടക. ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ചെമ്പ് നിക്ഷേപമുള്ളത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, മധ്യപ്രദേശിലെ മലഞ്ച്ഗഡ് ഖനി, അതുപോലെ ഗുജറാത്തിലെ ഗേത്രി ചെമ്പ് ഖനിയൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ചെമ്പ് ഖനികളാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഡോളമൈറ്റ് ആട്ടോ. നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ എവിടെയൊക്കെയാണ് ഡോളമൈറ്റ് കാണാൻ കഴിയുന്നത്? രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഡോളമൈറ്റ് നിക്ഷേപമുള്ളത്. രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ. അടുത്തത് സ്വർണ്ണമാണ്. സ്വർണം മധ്യപ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ സ്വർണ്ണ നിക്ഷേപമുള്ളത്. കർണാടകയിലെ കോളാർ ഗോൾഡ് ഫീൽഡ് നമ്മൾ കണ്ടില്ലേ. ഇതെന്താണ് നമ്മൾ പഠിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലിപ്പമുള്ളതുമായ സ്വർണ്ണ ഖനിയാണ് ഇത് കോളാർ ഗോൾഡ് ഫീൽഡ്. ഇത് ഏതാണ്? കർണാടകയിലെ ഉറിഗം ഗ്രാമത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എന്താണ് മാപ്പ് നോക്കിയിട്ട് പഠിക്കാനുള്ളതാട്ടോ. ഓരോ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏതൊക്കെ ധാതുക്കളാണ് നിക്ഷേപമുള്ളതെന്ന് കണ്ടെത്തി പഠിക്കാനാണുള്ളത്. അതാണ് ഞാൻ എന്താണ് ആ ഒരു മാപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് ഞാൻ ടൈപ്പ് ചെയ്ത് ഇവിടെ തന്നിട്ടുള്ളത്. കുറച്ചുകൂടി എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാപ്പ് നോക്കി പഠിക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ജിപ്സ് ആണ്. ജിപ്സം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ജിപ്സത്തിന്റെ നിക്ഷേപം ഉള്ളത് നോക്കാം. എവിടേക്കാണ്? ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ജിപ്സത്തിന്റെ നിക്ഷേപം ഉള്ളത്. ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലും തമിഴ്നാട്ടിലുമാണ് ജിപ്സത്തിന്റെ നിക്ഷേപം ഉള്ളത്. അടുത്തത് ഏതാണ്? ഇരുമ്പാണ്. ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളിൽ ഒന്നാണ് ഇരുമ്പുരുക്കി വ്യവസായം. ഏറ്റവും കൂടുതൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇരുമ്പ് നിക്ഷേപം ഉള്ളത് നോക്കാം. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇരുമ്പിന്റെ നിക്ഷേപം ഉള്ളത് കേട്ടോ. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ ഒന്നാണ് ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഉരുക്ക് ഉൽപാദക രാജ്യമാണ് ഇന്ത്യ കേട്ടോ. അപ്പോൾ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. അടുത്തത് ലെഡും സിങ്കും ആണ്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലുങ്കാന, പശ്ചിമ ബംഗാൾ, മേഘാലയ ഈ സംസ്ഥാനങ്ങളിലാണ് ലെഡും സിങ്ക് നിക്ഷേപം ഉള്ളത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലുങ്കാന, പശ്ചിമ ബംഗാൾ, മേഘാലയ കേട്ടോ. അടുത്തത് ചുണ്ണാമ്പുകല്ലാണ്. ചുണ്ണാമ്പുകല്ല് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, ബീഹാർ, മേഘാലയ, മണിപ്പൂർ, പശ്ചിമ ബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, കർണാടകം ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ചുണ്ണാമ്പുകല്ലിൻ്റെ നിക്ഷേപം ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ലിൻ്റെ നിക്ഷേപം ഉള്ളത് കർണാടകയിലാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് രാജസ്ഥാനിലുമാണ്. ഏറ്റവും കൂടുതലുള്ളത് കർണാടകയിലാണ്. അടുത്തത് മാംഗനീസ് ആണ്. മാംഗനീസ് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒഡീഷ, കർണാടക, ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലാണ് കേട്ടോ മാംഗനീസ് നിക്ഷേപമുള്ളത്. അടുത്തത് മൈക്കയാണ്. മൈക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്രം അല്ലേ. അബ്രത്തിന്റെ നിക്ഷേപമുള്ളത് എവിടെയൊക്കെയാണ്? രാജസ്ഥാനിലെ, ബീഹാർ, ഝാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കേട്ടോ. എവിടെയാണ്? രാജസ്ഥാൻ, ബീഹാർ, ഝാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. അടുത്തത് പെട്രോളിയവും പ്രകൃതിവാതക നിക്ഷേപങ്ങളൊക്കെ ഉള്ളത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവിടങ്ങളിലാട്ടോ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. എന്താണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഭൂപടത്തിൽ നിന്നും പ്രധാന ധാതുക്കളെയും അവ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളെയും കണ്ടെത്തുക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? സ്വർണത്തിൻ്റെ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടകം, ഝാർഖണ്ഡ് അല്ലേ. ഇനി ഇരുമ്പ് എവിടെയൊക്കെ ആയിരുന്നു? ഇരുമ്പ് നമ്മൾ പറഞ്ഞത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം, ഒഡീഷ എന്നിവിടങ്ങളിലൊക്കെയാണ് നമ്മൾ ഇരുമ്പ് നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇവിടെയൊക്കെയായിരുന്നു കൽക്കരി നിക്ഷേപം ഉള്ളത്. ഉത്തർപ്രദേശിലുണ്ടായിരുന്നു, അതുപോലെ ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ്, അസം, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ ഇത്രയും സ്ഥലത്തായിരുന്നു കൽക്കരി നിക്ഷേപം നമ്മൾ കണ്ടത്. ഇനി അടുത്തത് മാംഗനീസ് ആണ്. മാംഗനീസിൻ്റെ നിക്ഷേപമുള്ളത് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒഡീഷ, കർണാടക, അസം, ബീഹാർ എന്നിവിടങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭൂപടത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ഹെഡിങ് ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കട്ടോ. കുറച്ച് മാപ്പുകളൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു ചാപ്റ്ററാണ്, അത് നോക്കി പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് ലെങ്ത്തുള്ളൊരു ചാപ്റ്ററാണിത്. ഇനി അടുത്ത പാർട്ട് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്